ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചോറിനും അപ്പത്തിനും കപ്പയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. കക്കരി വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഞാനൊരു കക്കരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് നുറുക്കിയെടുക്കാം. തീരെ ചെറുതായി നുറുക്കണ്ട, ഇതുപോലെ നുറുക്കിയെടുത്താൽ മതി. കക്കരിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് വലുതാക്കി നുറുക്കിയെടുക്കുന്നതാണ് നല്ലത്. എല്ലാം ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിന് പാകത്തിനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിക്കുന്നത്. മറ്റേതിലാണെങ്കിൽ കുക്കറിലാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിനുള്ള കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്താൽ മതി. കാന്താരിമുളക് ആകുമ്പോൾ ടേസ്റ്റ് ഒന്ന് കൂടും. ഒരു നുള്ള് ചെറിയ ജീരകം കൂടി പോകണ്ട. ഇതെല്ലാം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ കറി വെന്തോ നോക്കാം. കറിയിൽ വെള്ളം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. കക്കരിയൊക്കെ വെള്ളം പോലെയുള്ളൊരു സാധനമല്ലേ, അതുകൊണ്ടാണ്. ഇതൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഇളക്കി വേണം ഇതിൻ്റെ ആ പച്ചച്ചുവ മാറ്റിയെടുക്കാൻ. ഇതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ മാറി വരുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി കുറഞ്ഞ തൈരാണ് കേട്ടോ ഈ കറിക്ക് വേണ്ടത്. അത് നല്ലപോലെ ഉടച്ചെടുത്ത് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ പുളിയുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി. തിളച്ച് വരുമൊന്നും വേണ്ട. കറി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫാക്കി കൊടുത്ത് ഇതിലൊരു വറവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ്. ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഈ കറിക്ക് നല്ല ടേസ്റ്റാട്ടോ. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർക്കാം. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഇതൊരു പകുതി മൂത്ത് വരട്ടെ. പകുതി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം, മുറിച്ചെടുത്തത്. ഉണക്കമുളകൊക്കെ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പില ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് നല്ല രസമായിരിക്കും കേട്ടോ. ഇതൊക്കെ നല്ലപോലെ ഇനി ഒന്ന് മൂത്ത് വരട്ടെ. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കറിയാട്ടോ. അത് എല്ലാവരും തയ്യാറാക്കി നോക്കണേ. പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പത്തിനൊക്കെ കുഴയ്ക്കാൻ പറ്റിയ നല്ലൊരു ചോറിനും അപ്പത്തിനും കപ്പയ്ക്കൊക്കെ നല്ല ടേസ്റ്റാട്ടോ. വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ.